ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിനൻ്റ് കോഎഫിഷ്യൻസ് ആണ്. അതായത് നമുക്കൊരു ലീനിയർ ആയിട്ടുള്ള നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു. ഇത് നമ്മൾ സോൾവ് ചെയ്യാനാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് സോൾവ് ചെയ്യുന്ന വേറൊരു രീതി പഠിച്ചിട്ടുണ്ടായിരുന്നു, y(p(x) തന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീനിയർ ആയിട്ടുള്ള നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ്. എപ്പോഴും ഓർത്തുകൂടാ, കോഎഫിഷ്യൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താ? y" പ്ലസ് p(x) ഇൻറ്റു y' പ്ലസ് q(x) ഇൻറ്റു y ഈക്വൽ ടു, ഹോമോജീനിയസ് ആണെങ്കിൽ ഇവിടെ 0 വരും. നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ ഹോമോജീനിയസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. അപ്പം ഇതെന്താണ്? ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്നാൽ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനല്ല. എങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്? കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? ഇവിടെ എന്തേ വരാൻ പാടുള്ളൂ? കോൺസ്റ്റൻസേ വരാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഉള്ള ടേം ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല. സാധാരണ നമ്മൾ പഠിച്ചത് ഇവിടെയൊക്കെ എക്സ് വരുന്നതായിരിക്കും, ഇനി ഇവിടെ r(t) ആണ് ടി വരുന്നതായിരിക്കും. എപ്പോഴും ഇവിടെ ഓർത്തോളൂ, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് 1 2 3 ABCD, അതായത് ഈ വൈയും ഇവിടെ ഉള്ള ടേമും അല്ലാതെ വരുന്നതൊക്കെ ഇതിൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ കോൺസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? മെത്തേഡ് ഓഫ് അൺഡിറ്റർമിനൻ്റ് കോഎഫിഷ്യൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. അതിന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. നമുക്കറിയാം, ഹോമോജീനിയസ് ആണെങ്കിൽ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് 0 വരും അല്ലേ. ഹോമോജീനിയസ് അല്ലെങ്കിലോ 0 അല്ലാത്ത എന്തെങ്കിലും ഒന്ന് അവിടെ വരും, അത് നമുക്കറിയാം. പിന്നെ നമുക്കറിയാം കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ഇവിടെ നോക്കിയാൽ അറിയാം, 1 2 3 ABC അങ്ങനെയുള്ളതൊക്കെ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആണോ നോക്കാനും അറിയാം. ലീനിയർ ആണോ എന്ന് നോക്കാൻ നിങ്ങൾക്കറിയാലോ. ലീനിയർ ആണെന്ന് നോക്കാൻ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. y" പ്ലസ് ay' പ്ലസ് by ഈക്വൽ ടു r(x) അല്ലെങ്കിൽ 0, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ലീനിയർ എന്ന് പറയണമെങ്കിൽ നിങ്ങൾ നോക്ക്, ഇതിൻ്റെ മുകളിൽ 2 3 അല്ലെങ്കിൽ എന്തെങ്കിലും പവർ വരുന്നുണ്ടോ? എപ്പോഴും ഓർത്തോളാം, y" ഇതിൻ്റെ മേലെ ഒരു പവറും വരാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ 1 ആണ് പവർ ഉള്ളത്. അത് നമുക്ക് 1 എന്ന് എഴുതണ്ട അല്ലേ. y" (1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y" തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ പവർ 1 ആയിരിക്കണം. അവിടെ സ്ക്വയറോ വല്ലതും വന്നാൽ അത് ലീനിയർ ആവില്ല. രണ്ടാമത്തെ കാര്യം, ഈ y", y ഈ y അല്ലാണ്ട് ഇതിൻ്റെ കൂടെ വേറൊരു y ഇങ്ങനെ ഇൻഡ്യൂ ചെയ്ത് വരാൻ പാടില്ല. മനസ്സിലാവുണ്ടല്ലോ? ഈ ഒരൊറ്റ വയ്യേ വരാൻ പാടുള്ളൂ. അങ്ങനെ വേറൊരെണ്ണം വന്നാലും അതെന്താവില്ല? ലീനിയർ ആവില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാനൊരു ഇക്വേഷൻ എഴുതാണ്. y" പ്ലസ് p(x) ഇൻറ്റു y' ഈക്വൽ ടു 0. ഇത് ലീനിയർ അല്ല. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു y വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു y വരാൻ പാടില്ല. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞില്ല, y" എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും കോഎഫിഷ്യൻറ്റ് 1 ആയിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ y" അല്ല, ഇവിടെ ഒരു 2 3 അങ്ങനെ ഒരു സാധനവും വരാൻ പാടില്ല. ഇത് ഒറ്റയ്ക്കേ വരാൻ പാടുള്ളൂ. ഇത് ലീനിയർ അല്ല, കാരണം ഇവിടെ y വന്നു. p(x) ഇൻറ്റു y', ഇതും ലീനിയർ അല്ല, കാരണം എന്താ? മേലെ 2 വന്നു. y" 2x പ്ലസ് p(x) ഇൻറ്റു y'. ഇതും ലീനിയർ അല്ല, കാരണം y"ൻ്റെ കൂടെ ഒരു സാധനവും വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ലീനിയർ ആണോ അല്ലയോ എന്നുള്ളത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ പവറൊക്കെ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചില ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ 2x y" പ്ലസ് p(x) ഇൻറ്റു y' ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ ലീനിയർ ആക്കാൻ പറ്റും. ഈ 2x വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. അപ്പം കാണുമ്പോഴേക്കും അത് ലീനിയർ അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റരുത്. ലീനിയർ ആക്കാൻ പറ്റുമെങ്കിൽ ലീനിയർ ആക്കിയതിന് ശേഷം സോൾവ് ചെയ്യാം. അങ്ങനെയുണ്ട്. അപ്പോൾ ലീനിയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ്റെ ഫോം ഇതായിരിക്കും. y(x) ഈക്വൽ ടു yc(x) പ്ലസ് yp(x). yc(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോമോജീനിയസ് ആക്കിയതിന് ശേഷം കാണുന്ന സൊല്യൂഷൻ. yp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ, നമുക്കിവിടെ ഇതിപ്പം
ഇതിപ്പം ഹോമോജീനിയസ് ആണ്. ഒരൊറ്റ മിനിറ്റ്. അതായത് നമുക്കിപ്പം തരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, എങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് സോൾവ് ചെയ്യാൻ തരിക? നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ലീനിയർ ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് ടേം വരുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് സോൾവ് ചെയ്യാൻ തരിക അല്ലേ? അപ്പോൾ ഇതിലൊരു ആർ ഓഫ് എക്സ് ഉണ്ടാവും. ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് എന്താണോ കിടക്കുന്നത് അതായിരിക്കും ആർ ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വൈ പി ഓഫ് എക്സ് കണ്ടുപിടിക്കാമെന്നാണ് പറയാൻ പോകുന്നത്. ഈ ഒരു ടേബിള് നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചു വയ്ക്കുക. ഈ ഒരു ടേബിൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന, അതായത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെക്ഷനാണിത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ പഠിക്കാതെ പോകരുത്. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഈസിയാണ്. ഈ ഒരു സെക്ഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും, പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പം ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ആർ ഓഫ് എക്സ് ഏത് രീതിയിലാണ്, ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നതെന്ന് നോക്കുക. ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ വൈ പി ഓഫ് എക്സ്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. ഇതെന്താണെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 6a⁴x. അപ്പം ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ, സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പിന്നെ സോൾവ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. എന്തൊക്കെ പറഞ്ഞാലും ചെയ്യേണ്ട കാര്യം സെയിം ആണ്. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണെങ്കിൽ അവിടെ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ലാസ്റ്റ് കണ്ടുപിടിക്കണം എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പം ഏത് രീതിയിൽ ചോദിച്ചാലും ചെയ്യേണ്ട കാര്യം എന്താണ്? ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. തുടക്കം തന്നെ നമുക്കറിയാം ഈക്വൽ ടു ഇവിടെ 0 അല്ല. അപ്പോൾ ഇതൊരു നോൺ ഹോമോജീനിയസ് ആണെന്ന് നമുക്കറിയാം. പിന്നെയോ ഇത് കണ്ടാൽ തന്നെ അറിയാം ലീനിയർ ആണ്. ഇതിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. ഇതിൻ്റെ പവർ ഒന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ വൈകളൊന്നും മൾട്ടിപ്ലൈ ചെയ്തും വരുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലായി ലീനിയർ ആണ്, നോൺ ഹോമോജീനിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, ഇവിടെ കോൺസ്റ്റൻ്റ് അല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്. ഇതിൻ്റെ കൂടെ 1 ഉണ്ട്. 1 പ്രത്യേകം എഴുതണമെന്നില്ലല്ലോ. ഇവിടെ 2 വരുന്നില്ലേ? അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പം ഇത് ഏത് രീതിയിൽ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം? മെത്തേഡ് ഓഫ് അൺഡിറ്റർമിനൻ്റ് കോയിഫിഷ്യൻറ്റ്. നമുക്കറിയാം ഒരു ഓർത്ത് വെച്ചോളുക, ഒരു നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അവിടെ കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ആയിക്കോട്ടെ, എന്ത് കോയിഫിഷ്യൻ്റ് ആയിക്കോട്ടെ, നോൺ ഹോമോജീനിയസ് ആണോ ലീനിയർ ആണോ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഓഫ് എക്സ് ഈക്വൽ ടു yc ഓഫ് എക്സ് പ്ലസ് വൈ പി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാർക്ക് കിട്ടും. ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? yc ഓഫ് എക്സും വൈ പി ഓഫ് എക്സും. ആദ്യം നമുക്ക് yc ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, yc ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ നിങ്ങൾ ഹോമോജീനിയസ് ആക്കുക. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഹോമോജീനിയസ് ആക്കുക. എങ്ങനെയാണ് ഹോമോജീനിയസ് ആക്കുക? തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന് എഴുതി കൊടുത്താൽ മതി, അതങ്ങ് ഹോമോജീനിയസ് ആയിക്കോളും. ഇനി ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഈ ഒരൊറ്റ പ്രോബ്ലത്തിൽ പറയും, പിന്നെ അങ്ങോട്ട് ഈ ഒരു സെക്ഷൻ ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാം? ആദ്യം ഇതിനൊക്കെ നമ്മൾ എന്താ കൊടുക്കുക? y ഡബിൾ ഡാഷ് ആണെങ്കിൽ നമ്മൾ ഇവിടെ 2 എണ്ണം ഉള്ളതുകൊണ്ട് m² കൊടുക്കും, ഇവിടെ ഒരെണ്ണം ഉള്ളതുകൊണ്ട് m, ഇതെന്ത് കൊടുക്കും? yക്ക് 1 കൊടുക്കും അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കും. ഇതെങ്ങനെയാണ്? -b പ്ലസ് ഓർ മൈനസ് വെച്ചിട്ട് എനിക്കിപ്പം 2 റൂട്ട് കിട്ടി. m1 ഈക്വൽ ടു 2ഉം m2 ഈക്വൽ ടു -1ഉം. ഇനി നമുക്കറിയാം അപ്പം നമ്മൾ ഒരു നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ, നമ്മൾ എന്ത് ചെയ്തു? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി റൂട്ട് കണ്ടുപിടിച്ചു. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തന്നിരിക്കുന്ന റൂട്ട് എങ്ങനെയാണെന്ന് നോക്കുക. ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടാണല്ലോ, രണ്ടും റിയൽ റൂട്ടും ആണല്ലോ. അപ്പോൾ റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് കോംപ്ലക്സ് അല്ല. കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഐ ഉണ്ടാകും, അത്രയും ഓർത്താൽ മതി. കോംപ്ലക്സ് ആണ്, കൂടെ ഐ ഉണ്ടാകും. അപ്പം ഇത് കോംപ്ലക്സ് അല്ല, കാരണം ഇതിൻ്റെ കൂടെ ഐ ഇല്ലല്ലോ. കോംപ്ലക്സ് അല്ല, എന്താണ്? റിയലും ഡിഫറൻറ്റും ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് റിയലും ഡിഫറൻറ്റും ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c1 e⁻m1x പ്ലസ് c2 e⁻m2x ആണ്. അതൊക്കെ കാണാതെ പഠിക്കണം. ഇനി m1 m2നും വാല്യൂ കൊടുക്കാമല്ലോ. e⁻2x പ്ലസ് c2 e⁻
മൈനസ് എക്സ്. ഇതായിരിക്കും നമ്മുടെ വൈ സി ഓഫ് എക്സ്. ക്ലിയർ ആയല്ലോ? തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഹോമോജീനിയസ് ആക്കി എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക? സൊല്യൂഷൻ കാണുക. ഇത് നമ്മൾ തൊട്ട് മുന്നേ കുറേ പ്രോബ്ലം ഇത് ചെയ്തിട്ടുണ്ട്. അതാണ് വൈ സി ഓഫ് എക്സ്. ഇനി എന്താണ് വൈ പി ഓഫ് എക്സ്? വൈ പി ഓഫ് എക്സ് എഴുതണമെങ്കിൽ ആദ്യം നിങ്ങൾ ആർ ഓഫ് എക്സ് എഴുതുക. എന്താണ് ആർ ഓഫ് എക്സ്? ഈക്വൽ ടുൻ്റെ അപ്പുറത്തുള്ളത് അല്ലേ? 6e⁻⁴. ഇനി വൈ പി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു ഇതാ ഈ ഒരു ബോക്സ് നിങ്ങളോട് പഠിക്കണം. നമുക്ക് എന്താ 6e⁻⁴ ആണല്ലേ. നിങ്ങൾ നോക്ക്, ഇതിൽ 6ൻ്റെ സ്ഥാനത്ത് ഇവിടെ k ആ, e⁻⁴ സ്ഥാനത്ത് e⁻x. അപ്പോൾ നമ്മുടെ വൈ പി ഒ ആർ ഓഫ് എക്സ് കിടക്കുന്നത് ഇതാ ഈ ഒരു മോഡലിലല്ലേ കിടക്കുന്നത്. ബാക്കി ഒന്നും അതുമായിട്ട് യോജിച്ച് പോകുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു സം k e⁻⁴ ആണെങ്കിൽ വൈ പി ഓഫ് എക്സ് എന്തായിരിക്കും? ഇതാ c⁻⁴ ആയിരിക്കും. c⁻⁴. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ കെക്ക് പകരം എന്താണ്? 6, ആൽഫ എക്സിന് പകരം എന്താണ്? എക്സ്. അപ്പോൾ ഇവിടെ എന്ത് കെയോ എന്തായാലും നമ്മൾക്ക് വൈ പി ഓഫ് എക്സ് എഴുതുമ്പം അവിടെ സി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇവിടെ 2 ആയിക്കോട്ടെ 3 ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നിങ്ങളത് ഈ 6ന് മാറ്റി പകരം സി ഇട്ട് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവിടെ എന്താ? e⁻⁴ ആണെങ്കിൽ അവർ അതേപോലെ ഇതെവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണോ അതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ വൈ പി ഓഫ് എക്സ് കിട്ടിയല്ലോ. ഇനി നിങ്ങൾ എപ്പോഴും വൈ പി ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ അതിൽ ഇതുപോലെ സിയും കെയും എം എന്നൊക്കെ പറഞ്ഞ് കുറേ കോൺസ്റ്റൻസ് ഒക്കെ ഉണ്ടാകും. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് സി ആണ്. അപ്പം ആ സീൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആ സീൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? y∬ മൈനസ് y ഡാഷ് മൈനസ് 2y = 6e⁻⁴. വൈക്ക് പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? വൈ പി കൊടുക്കുക. മൈനസ് 2yp = 6e⁻⁴. എന്നിട്ട് ഇത് ഓരോന്ന് കണ്ടുപിടിക്കാം. നമുക്ക് വൈ പി എന്താണെന്നറിയാം, c⁻⁴ ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ വൈ പി ഡാഷ് എന്താ? ഇതിന് ഡിഫറൻസിയേഷൻ ചെയ്താൽ പോരെ. c × e⁻⁴ ഡെറിവേറ്റീവ് e⁻⁴. വൈ പി ഡബിൾ ഡാഷ് എന്തായിരിക്കും? ഇതിനൊന്നുകൂടി ഡിഫറൻസിയേഷൻ ചെയ്യുക. c × e⁻⁴ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? e⁻⁴. ഇനി ഇത് ഈ ഇക്വേഷനിൽ കൊടുക്കുക. വൈ പി ഡബിൾ ഡാഷ് c⁻⁴ കിട്ടി, വൈ പി ഡാഷും c⁻⁴ കിട്ടി. മൈനസ് 2 × വൈ പി എന്ത് തന്നെയാണ്? c⁻⁴ ആണ്. ഈക്വൽ ടു ഇപ്പുറത്ത് എന്താണ്? 6e⁻⁴. ഇനിയോ ഇതൊരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും വന്നു, അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പം മൈനസ് 2c⁻⁴ എന്താണ്? 6e⁻⁴. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? c ആണ്. അപ്പം ഇത് രണ്ടിനെ അപ്പുറത്തോട്ട് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? c കിട്ടും. അപ്പം 6e⁻⁴ ഇത് രണ്ടും ഇവിടെ ഗുണിച്ചതായി, മൈനസ് 2ഉം e⁻⁴ ഇതിനോട് ഗുണിച്ചതായതുകൊണ്ട് ഇവിടെ വരുമ്പോൾ അതെന്താകും? ഹരണമാകും. അപ്പം എന്താകും? c ആയി. ഇനി e⁻⁴ മേലെയും താഴെയും വെട്ടിപ്പോകുമല്ലോ. ദാറ്റ് ഈസ് 6 ഡിവൈഡഡ് ബൈ -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3. അപ്പോൾ എനിക്ക് c കിട്ടിയല്ലോ, -3. അങ്ങനെയാണെങ്കിൽ ഇനി വൈ പി എന്താ? c⁻⁴ എന്നുള്ളത് -3e⁻⁴ ആകും. ഇനി നമ്മുടെ സൊല്യൂഷൻ എഴുതാം. ജനറൽ സൊല്യൂഷൻ വൈ സി ഓഫ് എക്സ് പ്ലസ് വൈ പി ഓഫ് എക്സ് c1e⁻²x പ്ലസ് c2e⁻−x -3e⁻x അല്ലേ. വൈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3e⁻x ആണ്. വൈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം അല്ലാത്തത് കൊണ്ട് ഇത് രണ്ടും കണ്ടുപിടിക്കണ്ട. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് y∬ മൈനസ് y = 2x². നമുക്കറിയാം ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് എന്തല്ല? 0 അല്ല. 0 അല്ലാത്തത് കൊണ്ട് അതെന്താണ്? നോൺ ഹോമോജീനിയസ് ആണ്. തന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാം, ലീനിയർ ആണ്. കണ്ടാൽ തന്നെ അറിയാം അല്ലേ. ഇതിൻ്റെയൊക്കെ പവർ എന്താ? പവർ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ഇതിൻ്റെ കൂടെ വേറെ വൈകൾ വരുന്നുണ്ടോ? ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വരുന്നില്ല. സോ അത് ലീനിയർ ആണ്. അപ്പോൾ ലീനിയർ ആണ്, നോൺ ഹോമോജീനിയസ് ആണ്. ഇതിൻ്റെ കൂടെ വേറെ എക്സോ അങ്ങനത്തെ വേരിയബിൾസ് ഒന്നും വരുന്നില്ലല്ലോ. ഓൺലി കോൺസ്റ്റൻ്റ് ആയ 1 മാത്രമല്ലേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? നോൺ ഹോമോജീനിയസ് ആണ്, ലീനിയർ ആണ്, വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ പഠിച്ച മെത്തേഡ് അപ്ലൈ ചെയ്യാലോ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്തായിരുന്നു? y of x = yc of x പ്ലസ് വൈ പി ഓഫ് എക്സ്. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? വൈ സി ഓഫ് എക്സ്. അതിന് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഹോമോജീനിയസ് ആക്കി എഴുതുക, =0 കൊടുക്കുക. എന്നിട്ടോ y∬ പകരം m²ഉം വൈക്ക് പകരം 1ഉം കൊടുക്കുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി റൂട്ട് കണ്ടുപിടിക്കുക. m² എന്താണ്? 1 ആണ്. m എന്താണ്? റൂട്ട്. ഈ സ്ക്വയർ പോക്കുമ്പോൾ ഇപ്പുറത്തെ ഒരു പ്ലസ് ഓർ മൈനസും ഒരു റൂട്ടും അങ്ങ് ഇട്ട് കൊടുക്കുക. അതായത് +or -1. അപ്പം m = 1ഉം m =
-1 കിട്ടും. ഇതിനെ m1 ആക്കിയിട്ടും ഇതിനെ m2 ആക്കിയിട്ടും എടുക്കുക. അപ്പം കിട്ടിയ റൂട്ട് എന്താണ്? ഡിഫറെൻ്റ് ആണ്, റിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്താ? y ഓഫ് എക്സ് ഈക്വൽ ടു c1 e റേസ് ടു m1x പ്ലസ് c2 e റേസ് ടു m2x അല്ലേ? ഈ സൊല്യൂഷനെയാണ് നമ്മൾ yc ഓഫ് എക്സ് എന്ന് പറയാം. കിട്ടിയല്ലോ. ഇനി നമുക്ക് വൈ പി കണ്ടുപിടിക്കണ്ടേ? വൈ പി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആർ ഓഫ് എക്സ് അറിയണം. ഇവിടുത്തെ ആർ ഓഫ് എക്സ് എന്താണ്? 2x² അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വൈ പി എന്താ വരിക? ഇവിടെ നോക്കുക, നമുക്ക് 2x² ആണ് ആർ ഓഫ് എക്സ്. ഇതെന്താ? ഇവിടെ എക്സ്പൊണൻഷ്യൽ വരുന്നുണ്ട്, അപ്പോൾ ഇതല്ല. പിന്നെ ഇവിടെ കിടക്കുന്നുണ്ട് ഒരു kx⁻n അല്ലേ? നിങ്ങൾ നോക്ക്, നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x². അപ്പോൾ ഇതിൽ kക്ക് പകരം ഇവിടെ എന്താണ്? 2 ആണ്. x⁻n പകരം ഇവിടെ എന്താണ്? x². അപ്പോൾ ഈ ഒരു മോഡലിലല്ലേ ഇത് കിടക്കുന്നത്? ഈ ഒരു മോഡലിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വൈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? k0 പ്ലസ് k1x പ്ലസ് k2x² പ്ലസ് എക്സെട്ര kn(x⁻n) വരെ വരും. ഇതെവിടം വരെ വരുമെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ എന്താ? എക്സിൻ്റെ മുകളിൽ n ആണെങ്കിൽ n വരെ വരും. നമുക്കിവിടെ എക്സിൻ്റെ മുകളിൽ എന്താണ്? 2 ആണ് അല്ലേ? അപ്പം ഈ ഇക്വേഷൻ എവിടം വരെ വരും? മേലെ 2 വരുന്നത് വരെ വരും. അതായത് ഇത്രയും എഴുതിയാൽ മതി. ക്ലിയർ ആയല്ലോ? ഇനി 3 ആയിരുന്നെങ്കിൽ ഒരു k3x³ വന്നേനെ, 4 ആയിരുന്നെങ്കിൽ ഒരു k4x⁴ വന്നേനെ. അപ്പം ഇവിടെ എന്താണോ അത്രയും എഴുതിയാൽ മതി. അപ്പം നമ്മുടെ വൈ പി എന്താ വരിക? ഇവിടെ വൈ പി എന്ന് പറയുന്നത് എന്താ വരിക? k0 പ്ലസ് k1x പ്ലസ് k2x² എന്ന് വരും. കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് വൈ പി കിട്ടി. നമുക്കറിയാം വൈ പി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. ഈ k0, k1, k2 ഇത് 3ഉം കോൺസ്റ്റൻസ് ആണ്. അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യുക? തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ എടുത്തെഴുതും. എന്നിട്ട് വൈക്ക് പകരം എന്ത് കൊടുക്കും? വൈ പി കൊടുക്കും. എന്നിട്ട് നമ്മളിത് കണ്ടുപിടിക്കും അല്ലേ? നമുക്ക് അറിയാം വൈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k0 പ്ലസ് k1x പ്ലസ് k2x² ആണ്. അങ്ങനെയാണെങ്കിൽ വൈ പി ഡാഷ് ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുക. എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്? എക്സ് വെച്ചിട്ടായിരിക്കും. ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. k0ൻ്റെ കൂടെ എക്സ് ഇല്ലാത്ത, അത് മൊത്തം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0, ഡെറിവേറ്റീവ് 0. k1ൻ്റെ കൂടെ എക്സ് ഉണ്ട് അല്ലേ? അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. 1 ഇൻറ്റു k1 1. ഇനി k2ൻ്റെ കൂടെ എന്തുണ്ട്? എക്സ് ഉണ്ട്. അപ്പോൾ 0 ആയി പോകില്ല. x² ഡെറിവേറ്റീവ് എന്താണ്? 2x. അപ്പോൾ എന്താ കിട്ടുക? k1 പ്ലസ് 2 k2x കിട്ടും. ഇനി വൈ പി ഡബിൾ ഡാഷ് എന്ത് ചെയ്താൽ മതി? ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ മതി. k1ൻ്റെ കൂടെ എക്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 0. ഇനി k2ൻ്റെ കൂടെ എക്സ് ഉണ്ട് അല്ലേ? എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. 1 ഇൻറ്റു 2k2 എന്ത് തന്നെയാണ്? 2k2. അപ്പോൾ ഇതെന്ത് കിട്ടും? 2k2 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇത് എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുക്കണ്ടേ? വൈ പി ഡബിൾ ഡാഷ് എന്താണ്? 2k2 മൈനസ് 2yp അല്ലേ? സോറി മൈനസ് y എന്താ? മൈനസ് വൈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k0 പ്ലസ് k1x പ്ലസ് k2x² ഈക്വൽ ടു എന്താണ്? 2x². ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പം ഇവിടെ വൈ പി എഴുതിയില്ലേ? എപ്പോഴും ഓർത്തോളുക, ഇവിടെ മൈനസ് ആണെങ്കിൽ നമ്മൾ വൈ പി എഴുതുമ്പം ഈ ബ്രാക്കറ്റ് അങ്ങ് ഇട്ട് കൊടുക്കണം. കാരണം ഈ മൈനസ് ഇതിലൊക്കെ മാറ്റം വരുത്തും. ഇവിടെ പ്ലസ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മൈനസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇടണം. ഇനി എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താകും? പ്ലസ് ഒക്കെ മൈനസ് ആകും ഇല്ലേ? മൈനസ് ഒക്കെ എന്തുമാകും? പ്ലസ്സും ആകും. ഈക്വൽ ടു 2x². ഇനി നമ്മൾ എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ കോയിഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. അതായത് ഞാൻ x² കോയിഫിഷ്യൻ്റ് എടുക്കുക. x² കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² കൂടെ ഉള്ളതാണ് x² കോയിഫിഷ്യൻ്റ് അല്ലേ? ഇവിടെ x² എവിടെയുള്ളത്? ഇതാ ഇവിടെയല്ലേ x² ഉള്ളത്? ഇവിടെ x² കൂടെ എന്താ ഉള്ളത്? -k2 ഈക്വൽ ടു ഇവിടെ x² കൂടെ ആരാ ഉള്ളത്? 2. അപ്പോൾ -k2 നമുക്ക് 2 കിട്ടി. അങ്ങനെയാണ് k2 എന്താ വരിക? ഈ മൈനസ് പോകും. അപ്പോൾ അവിടെ ഒരു മൈനസ് വരും. അപ്പോൾ k2 കിട്ടി. ഇനി ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേം കമ്പയർ ചെയ്യാം. അതായത് എക്സും x² ഒന്നും ഇല്ലാത്തതാണ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ നോക്ക്, 2k2 മൈനസ് k0. 2k2 മൈനസ് k0 എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അതിൻ്റെ കൂടെ എക്സോ x² എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒരുമിച്ച് എഴുതിയത്. എക്സും x² ഒന്നും വരാത്ത കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതെല്ലാം ഒരുമിച്ച് എഴുതാം. ഈക്വൽ ടു ഇവിടെ എക്സും x² വരാത്ത എന്തെങ്കിലും സാധനം കിടപ്പുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ എന്ത് വരും? 0 വരും. എനിക്ക് k2 കണ്ടുപിടിച്ചിട്ടില്ലേ? എന്താണ്?
-2. അതായത് -4 - k0 = 0. അപ്പം -k0 = 4. k0 നമുക്ക് എന്ത് കിട്ടും? -4 കിട്ടും. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ അടുത്തത് എന്താ കിടക്കുന്നത്? ഇതാ ഒരു -k1x അല്ലേ? അതായത് ഇനി എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് നമുക്ക് കമ്പയർ ചെയ്യാം. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് വരുമ്പം ഇവിടെ എക്സിൻ്റെ കൂടെ ഉള്ളത് എന്താ? ഒരു -k1 മാത്രം അല്ലേ? ഇപ്പുറത്തെ എക്സിൻ്റെ കൂടെ എന്തെങ്കിലും കിടക്കുന്നുണ്ടോ? ഇവിടെ എന്തെങ്കിലും എക്സിൻ്റെ കൂടെ, അതായത് ഇവിടെ x² ഉണ്ട്, എക്സ് വരുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? ഇല്ല. അപ്പം അതെന്തായിരിക്കും? 0. അപ്പം k1 എന്ത് കിട്ടി? 0 കിട്ടി. ഇനി നമ്മളെ YP എന്തായിരുന്നു? നമ്മുടെ YP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k0 + k1x + k2x². ഇതിൽ വാല്യൂ ഇട്ട് കൊടുത്തോ. k0 എന്താ? -4 പ്ലസ് k1 എന്താണ്? 0. അപ്പോൾ 0 × x 0 പ്ലസ് k2x². k2 എന്താണ്? -2. അപ്പോൾ -2x². ഇനി ഇതെന്താ വരിക? -4 - 2x². YP കിട്ടിയല്ലോ. ഇനി നമ്മൾ സൊല്യൂഷൻ എഴുതാം. എന്തായിരുന്നു? YC of x പ്ലസ് YP of x അല്ലേ? എന്തായിരുന്നു YC of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? C1 നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? C1 m1x. m1ന് ഞാൻ 1 കൊടുത്താൽ x വരും. പ്ലസ് C2 m2x. m2ന് ഞാൻ 1 കൊടുത്താൽ -1 കൊടുത്താൽ -x വരും. പ്ലസ് YP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? -4 - 2x². ഇതാണ് സൊല്യൂഷൻ വരിക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ദി നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y - -3y' + 2y = 4t + e⁻3t. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് എന്താണ്? നോൺ ഹോമോജീനിയസ് ആണ്, പിന്നെ കണ്ടാൽ തന്നെ അറിയാം എന്താണ്? ലീനിയർ ആണ്, കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസും ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിനൻറ്റ് കോയിഫിഷ്യൻ്റ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? y of x = yc of x പ്ലസ് എന്താണ്? YP of x ആണ്. ആദ്യം നമുക്ക് YC of x കണ്ടുപിടിക്കണമെങ്കിൽ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താക്കണം? ഹോമോജീനിയസ് ആക്കണം. എന്നിട്ട് റൂട്ട് കണ്ടുപിടിക്കാം. ഇനി ഇത് ഞാൻ ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് 2 റൂട്ട് കിട്ടും. m1 = m2 = അതായത് 1ഉം 2 ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. ഇത് നിങ്ങൾ ചെയ്യണം. -b ± ആ ഒരു റൂട്ട് അത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ. ഇതിൽ ഇട്ട് കൊടുത്താൽ മതി, നിങ്ങൾക്ക് എന്ത് കിട്ടിക്കോളും? ഈ 2 റൂട്ട് കിട്ടിക്കോളും. ഇനിയോ നമുക്കറിയാം റൂട്ട് ഡിഫറെൻ്റ് ആണ്, റിയൽ ആണ്. ഡിഫറെൻറ്റും റിയലും ആണെങ്കിൽ സൊല്യൂഷൻ എന്താണ്? y of x = C1 e⁻m1x + C2 e⁻m2x അല്ലേ? ഈക്വൽ ടു എന്താണ്? C1 e⁻m1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, C2 e⁻m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2. ഇതാണ് എന്തെന്ന് പറയുന്നത്? YC of x. YC of x കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് ഇക്വേഷനിൽ t ആണ് എക്സിന് പകരം. അപ്പം നിങ്ങളിവിടെ t ആക്കി കൊടുക്കണേ. എക്സിന് പകരം വേരിയബിൾസ് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ YC of t ആയിരിക്കും വരിക. എക്സിന് പകരം എന്താണ്? t ആണല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടത്? R of t അറിയണം. അതായത് നമുക്കിനി YP കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ R of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4t + e⁻3t. എന്നാൽ YP കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെ 2 എണ്ണം വന്നാൽ നമ്മൾ പഠിച്ചിട്ടില്ല. കണ്ടോ? ഇങ്ങനെ 2 എണ്ണം k⁻⁴x പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കൂട്ടി ഇങ്ങനൊരു സാധനം വന്നാൽ അതിൻ്റെ ഒരു ഫോമാറ്റ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് 4tൻ്റെത് എന്താണെന്ന് നോക്കാം അല്ലേ? ഇവിടെ നിങ്ങൾ നോക്ക്, kx⁻n. എക്സിന് പകരം ഞാൻ ഇവിടെ t കൊടുത്തു. kt⁻n. ഇവിടെ ഇപ്പം k1ഉം t1ഉം ആയാൽ ഇതെങ്ങനെയാണ് വരിക? 1 × t⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? t അല്ലേ വരിക. ഇനിയിപ്പം k4 ആണെങ്കിലോ 4t വരും അല്ലേ? അപ്പോൾ ഇവിടെ 4t അല്ലേ? അതായത് ഇതെന്താണ്? kt⁻n ഫോർമാറ്റിലല്ലേ? kക്ക് പകരം ഇവിടെ ആരാണ്? 4 ആണ്.
എന്നിന് പകരം മേലെ എന്താണ് 1 ആണ്. അപ്പം ദാ ഈ ഒരു ഫോമാറ്റിലല്ലേ കിടക്കുന്നത്, ആർ ഓഫ് എക്സ് കിടക്കുന്നത് ഈ ഒരു ഫോമാറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ YP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n വരെ പോകും. ഇപ്പം എക്സിൻ്റെ മേലെ n ആണെങ്കിൽ ഇവിടെ n വരെ ഉണ്ടാകും. നമുക്കിവിടെ എക്സിന് പകരം ടീൻ്റെ മേലെ ഒന്നുമില്ല, അതിൻ്റെ അർത്ഥം അവിടെ എന്താണെന്നാ 1 ആണെന്നാ. അപ്പോൾ 1 ആണെങ്കിൽ K1 വരെ എഴുതിയാൽ മതി. ടീൻ്റെ മേലെ 2 ആണെങ്കിൽ K2 വരെ എഴുതുക, ടീൻ്റെ മേലെ 3 ആണെങ്കിൽ K3 വരെ എഴുതുക. അപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് എനിക്ക് എവിടം വരെ എഴുതിയാൽ മതി, നമ്മുടെ YP എന്ന് പറയുന്നത് K0 പ്ലസ് K1x വരെ എഴുതിയാൽ മതി. പ്ലസ് എന്നിട്ടോ ഇതിൻ്റെത് എന്താണെന്ന് നോക്കാം, e⁻3t. അത് നമുക്കറിയാം, ആദ്യത്തേതാ അല്ലേ. നിങ്ങൾ നോക്ക്, K(e⁻⁴x), ഇവിടെ K1ഉം ഈ ആൽഫ എക്സ് K1 ആണെങ്കിൽ എന്താ വരിക, 1 ഇൻറ്റു e⁻, ആൽഫയ്ക്കും എക്സിനും പകരം 3t എന്താ വരിക, e⁻3t. അപ്പം ഈ ഒരു മോഡലിലാണ് ഇത് കിടക്കുന്നത് അല്ലേ. അപ്പോൾ K(e⁻⁴x) ആണ്, YP എന്താണ്, C(e⁻⁴x) അല്ലേ, C(e⁻⁴x). അപ്പം നമുക്കിവിടെ എന്താ ഉള്ളത്, e⁻3t അല്ലേ. e⁻3tൻ്റെ YP എന്താ വരിക, C(e⁻3t). ഇവിടെ എന്താ നിങ്ങൾ നോക്കണ്ടേ, ഇവിടെ ഇപ്പോൾ 1 ആണ്, 2 3 എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ C ആക്കി കൊടുത്തിട്ട് ഇവിടെയുള്ള സാധനം അതേപോലെ എഴുതിയാൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ഇവിടെ എന്താ വരിക, C(e⁻3t). 14ൻ്റെതാണ് ഇത്, e⁻3tൻ്റെതാണ് ഇത്. അപ്പോൾ YP കിട്ടിയല്ലോ. എക്സിന് പകരം ടി ആക്കി കൊടുക്കണം കേട്ടോ, കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ ടി ഉള്ളത്. ഇനിയോ നമുക്ക് എന്താ വേണ്ടത്, ഈ K0 K1 C ഈ 3 കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ചെയ്തത് എന്താ, തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തെഴുതും, എന്നിട്ട് Yക്ക് പകരം എന്താക്കി കൊടുക്കും, YP ആക്കി കൊടുക്കും. ഇനിയോ ഇത് ഓരോന്നും കണ്ടുപിടിക്കണ്ടേ. നമുക്കറിയാം YP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, K0 പ്ലസ് K1t പ്ലസ് C(e⁻3t). അങ്ങനെയാണെങ്കിൽ YP ഡാഷ് എന്താ, ഇതിനെ ഡെറിവേറ്റീവ് ചെയ്യുക, എന്ത് വെച്ചിട്ടാണ്, ടി വെച്ചിട്ട് ഡിഫറൻസിയേഷൻ ചെയ്യുക. K0ൻ്റെ കൂടെ ടി ഉണ്ടോ, ഇല്ല, അപ്പോൾ അവിടെ 0 ആയിരിക്കും ഡെറിവേറ്റീവ് വരിക. K1ൻ്റെ കൂടെ ടി ഉണ്ട്, ടീനെ മാത്രം നിങ്ങൾ ഡിഫറൻസിയേഷൻ ചെയ്താൽ മതി. ടി ഇല്ലാത്ത ടേംസൊക്കെ അവിടെ 0 ആയി പോകും. ടി ഉള്ള ടേംസ് ആണെങ്കിലോ ടി എന്താണോ അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. ഇവിടെ K1 ഉണ്ട്, ടീൻ്റെ ഡെറിവേറ്റീവ് 1, K1 × 1 K1 തന്നെയാണ്. പ്ലസ് C എഴുതി, e⁻3tൻ്റെ ഡെറിവേറ്റീവ് എന്താ, 3e⁻3t അല്ലേ. e⁻3t ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് 3. ഇനി ഇതെങ്ങനെ വരും, K1 പ്ലസ് 3C(e⁻3t) വന്നു YP ഡാഷ്. ഇനി YP ഡബിൾ ഡാഷ് അപ്പോൾ എന്താ വരിക, K1ൻ്റെ കൂടെ ടി ഉണ്ടോ, ഇല്ല, അപ്പോൾ 0. 3C(e⁻3tൻ്റെ ഡെറിവേറ്റീവ് e⁻3t ഇൻറ്റു 3, മൊത്തം എന്ത് വരും, 9C(e⁻3t) വരും അല്ലേ. ഇനി ഇതിൽ കൊടുത്തൂടെ, എന്താ YP ഡബിൾ ഡാഷിന് എന്താ കിട്ടി, 9C(e⁻3t). ഇനി മൈനസ് 3YP ഡാഷ്. YP ഡാഷ് എന്താ നമുക്ക് കിട്ടിയത്, മൈനസ് 3 ഇൻറ്റു YP ഡാഷ് എന്ന് പറയുമ്പോൾ ഒരു ബ്രാക്കറ്റ് അങ്ങ് ഇട്ടോളാം. എന്താണ്, K1 പ്ലസ് 3C(e⁻3t) പ്ലസ് 2 ഇൻറ്റു YP എന്താണ്, K0 പ്ലസ് K1t പ്ലസ് C(e⁻3t) ഈക്വൽ ടു എന്താണ്, 4t പ്ലസ് e⁻3t. ഇനി ഈ ബ്രാക്കറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക, 9C(e⁻3t) മൈനസ് 3 ഇൻറ്റു K1 എന്താ, മൈനസ് 3K1 മൈനസ് 3 ഇൻറ്റു 3C(e⁻3t) മൈനസ് 9C(e⁻3t) പ്ലസ് 2K0 പ്ലസ് 2K1t പ്ലസ് 2C(e⁻3t) എന്താ വരിക, 4t പ്ലസ് e⁻3t. ഇനിയോ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, കോയിഫിഷ്യൻസ് തമ്മിൽ കമ്പയർ ചെയ്യും അല്ലേ. കോയിഫിഷ്യൻസ് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. അതിന് മുന്നേ ഒരു 9C(e⁻3t) ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും വന്നു, അത് രണ്ടും എന്തായിപ്പോയി, ക്യാൻസൽ ചെയ്തു പോയി. ബാക്കി എന്താ ഉള്ളത്, മൈനസ് 3K1 പ്ലസ് 2K0 പ്ലസ് 2K1 പ്ലസ് 2C(e⁻3t) ഈക്വൽ ടു 4t പ്ലസ് e⁻3t. ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ ടി ആട്ടോ ഇവിടുത്തെ വേരിയബിൾ വരുന്നത്, ഇവിടെ ടി ഉണ്ട്. ടി ഇല്ലാത്തതൊക്കെ അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ ഇതാ ഇതിൻ്റെ കൂടെ ടി ഇല്ല അല്ലേ, ഇതിൻ്റെ കൂടെ ടി ഇല്ല, ഇതിൻ്റെ കൂടെയും ടി ഇല്ല. അപ്പം മൈനസ് 3K1 പ്ലസ് 2K0
പ്ലസ് 2k1 ഇതൊക്കെ എന്താണ്? ടി ഇല്ലാത്ത കോൺസ്റ്റൻറ്റ് ടേംസ് ആണ്. ഇവിടെ ടി ഇല്ലാത്ത കോൺസ്റ്റൻറ്റ് ടേംസ് ഉണ്ടോ? ഇല്ല. ഇവിടെയും ടി ഉണ്ട്, ഇവിടെയും ടി ഉണ്ട്. അപ്പോൾ അതെന്താണ്? 0. ഇനി e⁻3tൻ്റെ കോയിഫിഷ്യൻ്റിനെ കമ്പയർ ചെയ്യാം. ഇവിടെ e⁻3tൻ്റെ കൂടെ എന്താ ഉള്ളത്? 2c. ഇവിടെ e⁻3tൻ്റെ കൂടെ എന്താ ഉള്ളത്? ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്താ ഉള്ളത്? 1 ആണുള്ളത് അല്ലേ? ഇവിടെ k1ൻ്റെ കൂടെ t ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ എഴുതണ്ട. അതായത് 2k1 t ആണ്. നമുക്ക് വേണ്ടത് t ഇല്ലാത്ത ടേംസ് ആണ്. ടി ഇല്ലാത്ത ടേംസ് ഇത് രണ്ടും ഉള്ളൂ, 0. ഇനി ടി ഉള്ള ടേംസോ ദാ ടീൻ്റെ കൂടെ എന്താ ഉള്ളത്? ഇവിടെ 2k1 അല്ലേ? ഇവിടെ ടീൻ്റെ കൂടെ ഉള്ളതുണ്ടല്ലോ, എന്താണ്? 4. അപ്പോൾ k1 ഈക്വൽ ടു എന്ത് കിട്ടും? 4/2 ഈക്വൽ ടു 2. സി എന്താ കിട്ടുക? ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 1/2. അപ്പോൾ സിയും k1ഉം കിട്ടി അല്ലേ? ഇനി ഈ ഇക്വേഷനിൽ -3 × 2 + 2k0 ഈക്വൽ ടു 0. ഞാനിവിടെ k1ന് വാല്യൂ കൊടുത്തപ്പോൾ -6 + 2k0 എന്താണ്? 0. -6ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയാലോ? 2k0 എന്താ കിട്ടുക? -6ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2k0 നമുക്ക് എന്താ കിട്ടുക? -6 അവിടെ പോകുമ്പോൾ +6 ആകും. 2ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയാലോ? k0 ഈക്വൽ ടു 6/2 ഈക്വൽ ടു 3. ഞാൻ നമ്മുടെ YPയിൽ k1 k0 k1 c ഇതിന് മൂന്നിനും വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് YP കിട്ടി. ഇനി നമ്മുടെ സൊല്യൂഷൻ എന്തായിരുന്നു? YC of x + YP of x. YP of x ഇതായി കണ്ടുപിടിച്ചു, YC of x ആദ്യവും കണ്ടുപിടിച്ചു. അത് രണ്ടും ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് y ഡബിൾ ഡാഷ് + 2y ഡാഷ് -35y = 12e⁵x + 37 sin 5x അല്ലേ? അപ്പോൾ സൊല്യൂഷൻ എന്താ? y of x =